المكتب التعاوني للدعوة والإرشاد وتوعية الجاليات بخميس مشيط. حياتنا دعوة. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد، قال الله تعالى في قرآنه المجيد: أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ليس البر أن تولوا وجوهكم قبل المشرق والمغرب، ولكن البر من آمن بالله واليوم الآخر والملائكة والكتاب والنبيين. ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുവിലുള്ള വിശ്വാസം, അതല്ലെങ്കിൽ ദൈവസങ്കല്പം ഇസ്ലാമിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് നാം ഇപ്പോൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. കരുണാവാരിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം പരിമിതമായ സമയത്തിനുള്ളിൽ ഭംഗിയായി മനോഹരമായി അവതരിപ്പിക്കുവാൻ, സമർപ്പിക്കുവാൻ എന്നെയും അത് ശ്രദ്ധാപൂർവം കേൾക്കുവാനും ഉൾക്കൊള്ളുവാനും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഞാൻ ആദ്യമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിന്റെ പ്രിയ പത്നി ഹവ്വായിനെയും സ്വർഗലോകത്തു നിന്നും ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട, വളരെ അടിസ്ഥാനപരമായ ചില നിർദ്ദേശങ്ങളും വാഗ്ദാനങ്ങളും അവർക്ക് നൽകിയിരുന്നു എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ നിർദ്ദേശം വലക്കും ഫിൽ അർളി മുസ്തഖറുൻ എന്നായിരുന്നു. മനുഷ്യന് ജീവിക്കുവാനുള്ള യഥാർത്ഥ ഇടം, സങ്കേതം, അതിനനുയോജ്യമായ പ്രദേശം ഭൂമിയാണ്. വമതാഉൻ ഇലാ ഹീൻ, ആ ഭൂമിയിൽ മനുഷ്യന് ഒരു താൽക്കാലിക ജീവിതമാണ് ഉള്ളതെന്നും ഒരു നിശ്ചിത അവധിയിൽ ആ ജീവിതം നശിച്ച് ഇല്ലാതായി പോകുമെന്നും അള്ളാഹു അറിയിക്കുകയുണ്ടായി. മൂന്നാമതായി അള്ളാഹു നൽകിയ നിർദ്ദേശം അല്ലെങ്കിൽ വാഗ്ദാനം, ഭൂമിയിൽ ജീവിക്കേണ്ട മനുഷ്യന് എങ്ങനെയാണ് ഭൂമിയിൽ ജീവിക്കേണ്ടത് എന്നതിനുള്ള വ്യക്തമായ, കൃത്യമായ, കണിശമായ നിർദ്ദേശങ്ങളും നിയമങ്ങളും വിധികളും വിലക്കുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ പ്രവാചകന്മാരിലൂടെ അവർക്ക് നൽകപ്പെടുന്ന വേദഗ്രന്ഥങ്ങളിലൂടെ ലോകത്ത് ജീവിക്കുന്ന എല്ലാ സമൂഹങ്ങൾക്കും നൽകിക്കൊണ്ടിരിക്കും എന്ന വാഗ്ദാനമായിരുന്നു. ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ വാഗ്ദാനത്തെ സംബന്ധിച്ചുള്ള പരാമർശം നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധിക്കും. അങ്ങനെ ആദം നബി അലൈഹിസ്സലാം മുതൽ
അന്ത്യനാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും ഭൂമിയിൽ സൃഷ്ടാവായ അല്ലാഹുവിനെ അറിഞ്ഞ് അനുസരിച്ച് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ ആവശ്യമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും അതല്ലെങ്കിൽ സാൻമാർഗികമായ മാർഗദർശനം അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുണ്ട്. അതിന്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം എന്ന് പറയുന്ന അല്ലാഹു തന്റെ സൃഷ്ടികളായ മനുഷ്യർക്ക് നൽകിയിട്ടുള്ള സമഗ്രവും സമ്പൂർണവും പരിപൂർണവുമായ ജീവിത പദ്ധതി അല്ലെങ്കിൽ ജീവിത വ്യവസ്ഥ, അത് മാത്രമാണ് അല്ലാഹുവിന്റെ പക്കൽ സ്വീകാര്യോഗ്യമായ മതം, സ്വീകാര്യോഗ്യമായ ജീവിത ക്രമം അല്ലെങ്കിൽ വ്യവസ്ഥ. ഇന്നദ്ദീന ഇൻദല്ലാഹി ഇസ്ലാം, അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ മതം, ജീവിതക്രമം, ജീവിത വ്യവസ്ഥ, ജീവിത വീക്ഷണം ഇസ്ലാം മാത്രമാണ്. ومن يبتغي غير الاسلام دينا فلن يقبل منه وهو في الاخره من الخاسرين. ഇസ്ലാം അല്ലാത്ത മറ്റൊരു ജീവിത വ്യവസ്ഥയാണ്, ഒരു ജീവിത ക്രമമാണ് ആരെങ്കിലും ആഗ്രഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമെങ്കിൽ ഫലൻ യുഖ്ബല മിൻഹു, അവന്റെ കർമ്മങ്ങളൊന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അക്കാരണത്താൽ അന്ത്യനാളിൽ പരലോകത്ത് അവൻ നഷ്ടപ്പെട്ട പരാജയപ്പെട്ട നരകാവകാശിയുടെ കൂട്ടത്തിലായിരിക്കും എന്ന് വിശുദ്ധ ഖുർആനിലൂടെ സൃഷ്ടാവായ അല്ലാഹു സൃഷ്ടികളായ നമുക്ക് മനുഷ്യർക്ക് മുന്നറിയിപ്പും താക്കീതും നൽകിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഇസ്ലാമിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. അതാണ് മനുഷ്യന്റെ ഐഹിക ജീവിതത്തിന്റെ ക്ഷേമത്തിനും ശാന്തിക്കും സമാധാനത്തിനുമുള്ള മാർഗമെങ്കിൽ നാളെ പരലോകത്ത് മരണാനന്തര ജീവിതത്തിൽ സ്വർഗീയ സുഖം ആസ്വദിക്കുവാനുള്ള സൗഭാഗ്യത്തിനുള്ള നിമിത്തവും മാർഗവും ഇതേ ഇസ്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക എന്നത് മാത്രമാണ് എന്ന കാര്യം ഗൗരവത്തോടുകൂടി തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നിന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിനെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യമായി നാം പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഇസ്ലാമിന്റെ ആദർശ വിശ്വാസ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ്. ഇസ്ലാമിനെ അടിസ്ഥാനപരമായി, ഇസ്ലാമിനെ മൗലികമായി നമുക്ക് രണ്ട് ഭാഗങ്ങളാക്കി തിരിക്കുവാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെ ഭാഗം വിശ്വാസവുമായി ആദർശവുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. രണ്ടാമത്തെ ഭാഗം മനുഷ്യന്റെ കർമ്മജീവിതവുമായി പ്രവർത്തന മണ്ഡലവുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. ഈ രണ്ട് ഭാഗങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിക വിശ്വാസവും അതല്ലെങ്കിൽ ഇസ്ലാമിക ആദർശവും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ വിശ്വാസ രംഗത്തും ആരാധനാരംഗത്തും കുടുംബ ജീവിതത്തിലും ധാർമ്മിക, സദാചാര, സാംസ്കാരിക, സാംസർഗിക, രാഷ്ട്രീയ, ധാർമ്മിക, സദാചാര രംഗത്തെല്ലാം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥയുടെ, ഒരു വ്യവസ്ഥയുടെ, ഒരു സംസ്കാരത്തിന്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അങ്ങനെ ജീവിക്കുന്ന വ്യക്തിക്കാണ് ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ മുസ്ലിം അഥവാ അല്ലാഹുവിന്, സൃഷ്ടാവിന് കീഴ്പ്പെട്ടുകൊണ്ട് അവനെ അറിഞ്ഞ് അനുസരിച്ച് ജീവിക്കുന്നവൻ എന്ന് പറയുന്നത്. ഈ അടിത്തറയിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ പഠിക്കാൻ, ഇസ്ലാമിനെ പകർത്താൻ, ഇസ്ലാമിനെ നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യമായി നാം അറിയേണ്ടതും പഠിക്കേണ്ടതും അല്ലാഹുവിലുള്ള വിശ്വാസം എന്താണ് എന്ന കാര്യമാണ്. നമുക്കറിയാം, ഇസ്ലാമിന്റെ വിശ്വാസാദർശങ്ങളെ നമുക്ക് 6 തിരിക്കുവാൻ സാധിക്കും. അല്ലാഹുവിൽ, അവന്റെ മലക്കുകളിൽ, അവന്റെ വേദഗ്രന്ഥങ്ങളിൽ, അവൻ പറഞ്ഞയച്ച പ്രവാചകന്മാരിൽ, പരലോകത്തിൽ, അതുപോലെ തന്നെ വിധി എന്ന് പറയുന്ന ഖദറിൽ. ഇങ്ങനെ 6 കാര്യങ്ങളാണ് ഇസ്ലാമിന്റെ വിശ്വാസ കാര്യങ്ങൾ. വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും ഇതിന് നമുക്ക് ധാരാളം തെളിവുകൾ കണ്ടെത്തുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ 177 സൂക്തത്തിൽ അല്ലാഹു പറയുന്നു, ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്, നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിയുന്നതിലല്ല പുണ്യം. വലാകിന്നൽ ബിർറ, യഥാർത്ഥത്തിൽ പുണ്യം കുടികൊള്ളുന്നതും നിലകൊള്ളുന്നതും മൻ ആമന ബില്ലാഹി, അല്ലാഹുവിൽ വിശ്വസിക്കുകയും വൽ യൗമിൽ ആഖിരി, പരലോകത്തിലും വിശ്വസിക്കുക, വൽ മലായികത്തി, മലക്കുകളിലും, വൽ കിതാബി, ഗ്രന്ഥങ്ങളിലും,
അല്ലെങ്കിൽ ഗ്രന്ഥത്തിലും വന്നബിയീന അള്ളാഹു അയച്ച പ്രവാചകന്മാരിലും വിശ്വസിക്കുക എന്നതിലാണ്. ഖദറുള്ള വിശ്വാസത്തെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ ഇന്നാ കുല്ല ശൈഇൻ ഖലഖനാഹു ബിഖദർ, എല്ലാ കാര്യവും ഒരു നിശ്ചിത കണക്കും തോതും അനുസരിച്ചാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇങ്ങനെ ഖുർആൻ മൊത്തത്തിൽ പരിശോധിച്ച് നോക്കിയാൽ 6 ഈമാൻ കാര്യങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ പരാമർശങ്ങൾ ഖുർആനിലുണ്ട്. ഈ 6 ഈമാൻ കാര്യങ്ങൾ വിശ്വസിക്കേണ്ടതിന്റെ പ്രാധാന്യം സൂചിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, അൽ ഈമാനു, ഈമാൻ എന്ന് പറഞ്ഞാൽ അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസൂലിഹി വൽ യൗമിൽ ആഖിരി വ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് മനുഷ്യരൂപത്തിൽ വന്നുകൊണ്ട് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ പ്രവാചകന്റെ അനുയായികൾക്ക് സ്വഹാബത്ത് ദീൻ പഠിപ്പിക്കുവാൻ വന്ന ഒരു വലിയ ഹദീസ് നമുക്ക് ബുഖാരിയിൽ മുസ്ലിം കാണാൻ കഴിയും. ആ ഹദീസിൽ ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, ഈമാൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 6 കാര്യങ്ങളിൽ വിശ്വസിക്കലാണ്. ഈ 6 കാര്യങ്ങളിൽ വിശ്വസിക്കണം എന്ന് മാത്രമല്ല ഇസ്ലാം അല്ലെങ്കിൽ ഖുർആനും സുന്നത്തും ആവശ്യപ്പെട്ടുള്ളത്. അതിൽ വിശ്വസിക്കാത്തതിന്റെ അനന്തരഫലം, ഭവിഷ്യത്തിൽ അപകടം എന്താണ് എന്നും ഖുർആനും സുന്നത്തും നമ്മെ ധൈര്യപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ നിസാഇൽ അല്ലാഹു പറയുന്നു, വമൻ യക്ഫുർ ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസൂലിഹി വൽ യൗമിൽ ആഖിർ. 6 ഈമാൻ കാര്യങ്ങളെ നിഷേധിക്കുന്ന, തള്ളിപ്പറയുന്ന, നിരാകരിക്കുന്ന ആളുകൾ ഫഖദ് വല്ല വലാലൻ ബഈദ, അവർ സന്മാർഗത്തിന്റെ പാതയിൽ നിന്ന് ബഹുദൂരം വഴിപിഴച്ചു പോയവരാണ് എന്നതാണ് ഖുർആനിന്റെ പ്രഖ്യാപനം. അപ്പോൾ സന്മാർഗത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സൃഷ്ടാവായ പടച്ചതമ്പുരാൻ കാണിച്ചു തന്ന യഥാർത്ഥ ദീനിൽ അടിയുറച്ചു നിൽക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഇസ്ലാമിന്റെ വിശ്വാസ ആദർശങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ 6 കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായ, സ്പഷ്ടമായ, കൃത്യമായ, കണിശമായ കാഴ്ചപ്പാടും ഉൾക്കാഴ്ചയും വിവരവും വിജ്ഞാനവും ചിന്തയും ബോധവും അവബോധവും നമുക്കുണ്ടാവേണ്ടതുണ്ട് എന്ന കാര്യം അടിവരയിട്ടുകൊണ്ട് തന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. ഈ പ്രഭാഷണത്തിൽ അല്ലെങ്കിൽ ഈ കൊച്ചു സംസാരത്തിൽ എല്ലാ കാര്യങ്ങളെ കുറിച്ചും പറയാൻ സാധ്യമല്ല എന്ന് നിങ്ങൾക്കറിയാം. അള്ളാഹുവിലുള്ള ഇസ്ലാമിന്റെ വിശ്വാസ ആദർശ കാര്യങ്ങളിലെ 6 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒന്നാമത്തേതുമായ അള്ളാഹുവിനുള്ള വിശ്വാസത്തെ കുറിച്ച് മാത്രമാണ് ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽ സമർപ്പിക്കുവാൻ, കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹുവിനുള്ള വിശ്വാസം, അതാണ് ഇസ്ലാമിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസം. ഇസ്ലാമിന്റെ വിശ്വാസ ആദർശ കാര്യങ്ങളിൽ ഏറ്റവും മൗലികമായ ഒന്നാമത്തെ വിശ്വാസവും അത് തന്നെയാണ്. ആ വിശ്വാസം പൂർണ്ണമാവണമെങ്കിൽ ഞാൻ അള്ളാഹുവിൽ ഖുർആനും സുന്നത്തും ആഗ്രഹിക്കുന്ന, ഖുർആനും സുന്നത്തും താല്പര്യപ്പെടുന്ന രീതിയിൽ വിശ്വസിച്ചിട്ടുണ്ട്. എന്റെ അള്ളാഹുള്ള വിശ്വാസം പരിപൂർണമാണ്, സമ്പൂർണമാണ്. അതിന് യാതൊരുവിധ കോട്ടങ്ങളോ കുറവുകളോ ന്യൂനതകളോ പോരായ്മകളോ ഇല്ല എന്ന് ഉറപ്പിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണമെങ്കിൽ അള്ളാഹുമായി ബന്ധപ്പെട്ട 4 അടിത്തറകൾ നാം ഉൾക്കൊള്ളുകയും ആ 4 കാര്യങ്ങളിൽ അടിയുറച്ച വിശ്വാസവും അടിയുറച്ച ബോധവും നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തേത് അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിന്റെ 4 സുപ്രധാനമായ വശങ്ങളിൽ ഒന്നാമത്തെ വശം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയുന്ന ഒരു ശക്തി ഈ പ്രപഞ്ചത്തിൽ ഉണ്ട് എന്ന് വിശ്വസിക്കലാണ്. അള്ളാഹുവിന്റെ ആസ്തിത്വത്തിലുള്ള വിശ്വാസം എന്നും വേണമെങ്കിൽ നമുക്ക് അതിനെ ചുരുക്കി വിശേഷിപ്പിക്കാവുന്നതാണ്. അള്ളാഹു ഉണ്ട് എന്ന് അറിയുവാനുള്ള മാർഗം എന്തൊക്കെയാണ്? വിശുദ്ധ ഖുർആനിൽ അതിനുള്ള മാർഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ പ്രപഞ്ചത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രാപഞ്ചികമായ പ്രതിഭാസങ്ങൾ, ഈ പ്രപഞ്ചം തന്നെയും ഒരു സൃഷ്ടാവിന്റെ സാന്നിധ്യത്തെ, ഒരു സൃഷ്ടാവിന്റെ ആസ്തിത്വത്തെ തീർച്ചയായും വിളംബരം ചെയ്യുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ ചെറിയ മണൽത്തരി മുതൽ വലിയ ഗോളങ്ങൾ വരെ തട്ടാതെ മുട്ടാതെ ചലിക്കുകയും അവയൊക്കെ തന്നെ കണിശമായ, സൂക്ഷ്മമായ ഒരു നിയമത്തിനും വ്യവസ്ഥക്കും വിധേയമായി മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ഈ പ്രപഞ്ചത്തെ ഇவ்விധം സംവിധാനിക്കുകയും ഈ പ്രപഞ്ചത്തെ ഔവിധം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയും ഇതിനെ തട്ടാതെ മുട്ടാതെ തകരാതെ നിയന്ത്രിച്ച് പരിപാലിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പരാശക്തി ഉണ്ട് എന്ന കാര്യം നമ്മുടെ പ്രാഥമികമായ ബുദ്ധിയുടെ, യുക്തിയുടെ, ചിന്തയുടെ തേട്ടമാണ് എന്നതാണ് ഇസ്ലാം നമ്മോട് പറയുന്നത്. തീർച്ചയായും ആകാശങ്ങളുടെയും
ഭൂമിയുടെയും സൃഷ്ടിപ്പിലുണ്ട്. രാവുകളുടെയും പകലുടെയും നിരന്തരമായ ഈ മാറ്റത്തിലുണ്ട്. അൽബാബ്, ചിന്തിക്കുന്ന ആളുകൾക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അല്ലാഹുവിന്റെ ആസ്തികത്തെ സംബന്ധിച്ച് അല്ലാഹു ഉണ്ടോ ഇല്ലേ എന്ന കാര്യത്തിൽ സംശയിക്കുന്ന ആളുകളോട് അല്ലാഹു ചോദിക്കുകയാണ്. അഫില്ലാഹി ശക്കുൻ ഫാത്തിരിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും മുൻമാതൃകയില്ലാതെ അവയെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇനിയും സംശയമുണ്ടോ എന്ന് ഖുർആൻ ചോദിക്കുന്നു. നമുക്കറിയാം, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത് ഒരിക്കലും ഞാനും നിങ്ങളുമല്ല. ഈ കാണുന്ന പ്രവിശാലമായ അമ്പരപ്പിക്കുന്ന അനന്തമായ വിസ്മയിപ്പിക്കുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തത് നമ്മളല്ല. ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിലെ ഏറ്റവും പരമോത്തമ സൃഷ്ടിയായ ഞാനും നിങ്ങളും സൃഷ്ടികളാണ് എന്ന് നാം വിശ്വസിക്കുമ്പോൾ തീർച്ചയായും എനിക്കും നിങ്ങൾക്കും പ്രപഞ്ചത്തിനും ഒരു ശ്രദ്ധ ഉണ്ടാവേണ്ടതുണ്ട് എന്നത് ആ വിശ്വാസത്തിന്റെ, ആ കാഴ്ചപ്പാടിന്റെ അനിവാര്യമായ നേട്ടമാണ്, താല്പര്യമാണ്. ചുരുക്കത്തിൽ അല്ലാഹുവിനെ അറിയുവാനുള്ള മാർഗം, സൃഷ്ടാവിന്റെ കഴിവും മഹത്വവും അവന്റെ ശക്തിയും മനസ്സിലാക്കുവാനുള്ള മാർഗം നമ്മെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും നമ്മൾ പഠിക്കുക, ചിന്തിക്കുക എന്നതാണ്. വിശുദ്ധ ഖുർആനിലൂടെ കണ്ണോടിക്കുകയും ഖുർആനിലൂടെ സൃഷ്ടാവായ അല്ലാഹുവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നതാണ് രണ്ടാമത്തെ മാർഗം. ഇങ്ങനെ അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട്, അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അവന്റെ ആസ്തിത്വത്തിലും അവന്റെ ഏകത്വത്തിലും വിശ്വസിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നത്. അല്ലാഹുവിന്റെ വിശ്വാസത്തിന്റെ സുപ്രധാനമായ രണ്ടാമത്തെ വശം, അല്ലാഹുവാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും നിയന്താവും പരിപാലകനും സംരക്ഷകനും നിയന്താവും എന്ന് വിശ്വസിക്കലാണ്. ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ഇതിന് തൗഹീദുർ റുബൂബിയ്യ എന്നാണ് പറയുക. അല്ലാഹുവിന്റെ രക്ഷാകർതൃത്വത്തിലുള്ള ഏകത്വത്തിലുള്ള വിശ്വാസം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ അല്ലാഹുവാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, അല്ലാഹുവാണ് പ്രപഞ്ചത്തെ നിയന്ത്രിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ചെറുതും വലുതുമായ പ്രവർത്തനങ്ങൾ, സംഭവ വികാസങ്ങൾ അത് അല്ലാഹു മാത്രമാണ് നിയന്ത്രിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്നതാണ് തൗഹീദുർ റുബൂബിയ്യയുടെ താല്പര്യം. ഈ അർത്ഥത്തിൽ രക്ഷാകർതൃത്വം അല്ലാഹുവിന് ഏൽപ്പിച്ചു കൊടുക്കുകയും അല്ലാഹുവിന്റെ രക്ഷാകർതൃത്വത്തിലുള്ള ഏകത്വം നാം അംഗീകരിക്കുകയും ചെയ്യുക എന്നതാണ് തൗഹീദുർ റുബൂബിയ്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകൾ എനിക്കും നിങ്ങൾക്കും കണ്ടെത്തുവാൻ സാധിക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സൂറത്തുൽ ഫാത്തിഹയിൽ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരായത്താണത്. സർവ്വലോകത്തിന്റെയും റബ്ബായ അഥവാ സൃഷ്ടാവായ, നിയന്താവായ, പരിപാലകനായ, സംരക്ഷകനായ അല്ലാഹുവിന് സർവസ്തുതിയും എന്നാണ് ആ ആയത്തിന്റെ അർത്ഥം. അപ്പോൾ റുബൂബിയ്യത്ത് എന്ന പദം ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ജനങ്ങൾ റബ്ബിൽ ഞാൻ അഭയം തേടുന്നു എന്ന് പ്രവാചകരെ താങ്കൾ പ്രഖ്യാപിക്കുക എന്ന് ഖുർആനിലെ അവസാന സൂറത്തിൽ കാണാൻ കഴിയും. അപ്പൊ ഖുർആനിൽ ഉടനീളം ഇങ്ങനെ റബ്ബ് റബ്ബ് എന്ന പദം വിവിധ ശൈലിയിൽ, വിവിധ രൂപത്തിൽ അല്ലാഹു പ്രയോഗിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ റുബൂബിയ്യത്ത് അല്ലാഹുവിന് അംഗീകരിച്ചു കൊടുക്കുകയും ആ റുബൂബിയ്യത്തിൽ രക്ഷാകർതൃത്വത്തിൽ അല്ലാഹു ഏകനാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുക എന്നതാണ് തൗഹീദുർ റുബൂബിയ്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സൃഷ്ടാവിനെയാണോ നാം, അല്ലെങ്കിൽ അല്ലാഹുവിനെയാണോ, ശക്തിയെയോ ആണോ നാം നമ്മുടെ സൃഷ്ടാവായി, നിയന്താവായി, പരിപാലകനായി, സംരക്ഷകനായി, ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവനായി നാം വിശ്വസിക്കുന്നത്? അതേ അല്ലാഹുവിനായിരിക്കണം നമ്മുടെ ഇബാദത്തും എന്നതാണ് അല്ലാഹുവിന്റെ വിശ്വാസത്തിന്റെ സുപ്രധാനമായ മൂന്നാമത്തെ ഘടകം. ഇതിന് ഇസ്ലാമിന്റെ അല്ലെങ്കിൽ തൗഹീദിന്റെ സാങ്കേതിക ഭാഷയിൽ തൗഹീദുൽ ഉലൂഹിയ്യ എന്നാണ് പറയുക. ഉലൂഹിയ്യത്ത് അല്ലാഹുവിനെ മാത്രം അംഗീകരിച്ചു കൊടുക്കുക. റബ്ബ് അല്ലാഹുവാണെങ്കിൽ, സൃഷ്ടാവ് അല്ലാഹുവാണെങ്കിൽ, നിയന്താവും പരിപാലകനും സംരക്ഷകനും അല്ലാഹുവാണെങ്കിൽ അതേ അല്ലാഹു ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇലാഹ് എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇലാഹ് എന്ന വാക്കിന്റെ അർത്ഥം മഅബൂദ് എന്നാണ്. നമ്മുടെ ഇബാദത്തിന് അർഹനായി അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്നതാണ് യഥാർത്ഥത്തിൽ തൗഹീദുൽ ഉലൂഹിയ്യയുടെ അല്ലെങ്കിൽ ആരാധനയിലെ ഏകത്വത്തിന്റെ താല്പര്യം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ അർത്ഥത്തിൽ ധാരാളം സൂക്തങ്ങൾ എനിക്കും നിങ്ങൾക്കും കാണുവാൻ കഴിയും. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും അല്ലാഹു സൃഷ്ടിച്ചത് അല്ലാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട്, അവനെ മാത്രം ആരാധിച്ചുകൊണ്ട്, അവനെ മാത്രം അനുസരിച്ചുകൊണ്ട്, അവന്റെ മാത്രം അടിമകളായി ജീവിക്കുവാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കും,
നിങ്ങൾ റബ്ബാരാണോ ആ റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, അല്ലദീ ഖലഖക്കും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, വല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ചതും അവനാണ്, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച ഏകനായ സൃഷ്ടാവായ അല്ലാഹുവിനെ കീഴ്പ്പെട്ടുകൊണ്ട് അവനെ ആരാധിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് തഖ്വയുള്ളവരായി മാറാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ, ഭൂമിയെ നിങ്ങൾക്ക് ജീവിക്കുവാൻ പറ്റുന്ന രീതിയിൽ അവൻ ഒരു മെത്തയാക്കിയിരിക്കുന്നു. വസ്സമാഅ ബിനാഅൻ, ആ ആകാശത്തെ അല്ലാഹു നിങ്ങൾക്കൊരു മേൽക്കൂരയാക്കി, ഒരു ഭദ്രമായ മേൽക്കൂരയാക്കി മാറ്റിയിരിക്കുന്നു. വഅൻസല മിനസ്സമാഇ മാഅൻ, ആകാശത്തിൽ നിന്ന് നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചവൻ അതേ അല്ലാഹുവാണ്, അതേ റബ്ബാണ്. ഫഅഖദ ബിഹി മിനൽ ഖമറാത്തി റിസ്ഖൻ ലക്കും, ആ അല്ലാഹുവാണ് നിങ്ങൾക്ക് ഈ മഴ മുഖേന വ്യത്യസ്തങ്ങളായ ഫലങ്ങളും പഴവർഗ്ഗങ്ങളും ഒക്കെ ഉൽപ്പാദിപ്പിച്ചത്. അതുകൊണ്ട് ഈ കഴിവുകളെല്ലാം ഉള്ള ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകിയ അതേ അല്ലാഹുവായിരിക്കണം നിങ്ങൾ ഇബാദത്ത്. ഫലാ തജഅലു ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയവരായിരിക്കെ നിങ്ങൾ അല്ലാഹുവിനെ റുബൂബിയത്തിലോ ഉലൂഹിയത്തിലോ അതുപോലെ തന്നെ പറയാൻ പോകുന്ന തൗഹീദിന്റെ ഇസ്ലാമിന്റെ ദൈവസങ്കല്പത്തിന്റെ നാലാമത്തെ ഘടകത്തിലോ നിങ്ങൾ ദൈവത്തിന്റെ സമന്മാരെ കേൾപ്പിക്കരുത് എന്നാണ് സൂറത്തുൽ ബഖറയിൽ 22-ാം സൂക്തത്തിൽ അല്ലാഹു പറയുന്നത്. അല്ലാഹുവിനുള്ള വിശ്വാസത്തിന്റെ മൂന്നാമത്തെ ഘടകം, അല്ലാഹു ചില നാമങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിന് ചില വിശേഷണങ്ങളുണ്ട്. ഈ വിശേഷണങ്ങളിലും നാമങ്ങളിലും അവ ഉൾക്കൊള്ളുന്ന അർത്ഥങ്ങളിലും താല്പര്യങ്ങളിലും അല്ലാഹു ഏകനാണ്. അതിൽ അല്ലാഹുവിനെ പോലെ ആ ഗുണങ്ങളുള്ള ആ വിശേഷണങ്ങൾക്ക് അർഹതയുള്ള ഒരു വ്യക്തിയോ ശക്തിയോ വസ്തുവോ ഈ ലോകത്തിലില്ല എന്ന വിശ്വാസമാണ്. ഉദാഹരണത്തിന് അല്ലാഹു പറയുന്നു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, ഉത്തമമായ നാമങ്ങൾ അല്ലാഹുവിന് മാത്രമുള്ളതാണ്. ആ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന അർത്ഥം അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഉദാഹരണത്തിന് അസ്സമീഅ്, അല്ലാഹു എല്ലാം കേൾക്കുന്നവരാണ്. കേൾക്കുക എന്നത് അല്ലാഹുവിന്റെ ഒരു ഉത്തമമായ നാമമാണ്. കേൾവി എന്നത് അല്ലാഹുവിന്റെ വിശേഷണമാണ്. അല്ലാഹു കേൾക്കുന്നത് പോലെ മറ്റാരെങ്കിലും കേൾക്കുമെന്ന് ചോദിച്ചാൽ അത് ശിർക്കാണ്. അത് ബസീർ, അല്ലാഹു എല്ലാ കാര്യങ്ങളും നന്നായി കാണുന്നവരാണ്. ഖുർആൻ അല്ലാഹുവിന്റെ ഒരു പേരായി പറഞ്ഞതാണത്. അല്ലാഹു കാണുന്നത് പോലെ, അല്ലാഹു കേൾക്കുന്നത് പോലെ മറ്റുള്ള ഏതെങ്കിലും ഔലിയാക്കളോ അല്ലെങ്കിൽ മഹാത്മാക്കളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളോ ശക്തികളോ സൃഷ്ടികളോ കേൾക്കും കാണും എന്നൊക്കെ നമ്മൾ വിശ്വസിച്ചാൽ അത് യഥാർത്ഥത്തിൽ ശിർക്കാണ്, അഥവാ തൗഹീദിന്റെ വിരുദ്ധമാണ്, ഇസ്ലാമിലെ ദൈവസങ്കല്പത്തിന് എതിരാണ്. അതുകൊണ്ട് അല്ലാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആനിലും പ്രവാചകന്റെ സുന്നത്തിലും വന്നിട്ടുള്ള വിശേഷണങ്ങൾ, അല്ലാഹുവിന് കണ്ണുണ്ട്, അല്ലാഹുവിന് കൈയുണ്ട്, അല്ലാഹു സംസാരിക്കും, അല്ലാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും, ഇങ്ങനെയുള്ള ഒരുപാട് വിശേഷണങ്ങൾ ഖുർആനിൽ കാണുവാൻ സാധിക്കും. കല്ലമല്ലാഹു മൂസാ തക്ലീമ, അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാമോട് സംസാരിച്ചു. സംസാരിക്കുക എന്നത് അല്ലാഹുവിന്റെ സിഫത്താണ്, ഒരു വിശേഷണമാണ്. ഇങ്ങനെ അല്ലാഹുവിന്റെ നാമങ്ങളിൽ അല്ലാഹുവിന്റെ വിശേഷണങ്ങളിൽ അല്ലാഹുവിന് അർഹതപ്പെട്ട ആ മൂല്യങ്ങൾ ആ ഗുണങ്ങൾ മറ്റേതെങ്കിലും ശക്തിക്കോ വ്യക്തിക്കോ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുവാൻ പാടില്ല. അതെല്ലാം അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഇതാണ് അല്ലാഹുവിന്റെ വിശ്വാസത്തിന്റെ 4 ഘടകങ്ങൾ. അല്ലാഹു ഉണ്ട് എന്ന വിശ്വാസം, അവൻ ഏകനാണ് എന്ന വിശ്വാസം. രണ്ടാമതായി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിനനുസരിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാഹുവാണ് എന്ന വിശ്വാസം. അതേ അല്ലാഹുവിനായിരിക്കണം നമ്മുടെ ഇബാദത്ത് എന്നതാണ് മൂന്നാമത്തെ വിശ്വാസം. അല്ലാഹുവിന്റെ നാമങ്ങളും അല്ലാഹുവിന്റെ വിശേഷണങ്ങളും ഉൾക്കൊള്ളുന്ന അർത്ഥങ്ങൾ ആശയങ്ങൾ അത് അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അത് അതേ അർത്ഥത്തിൽ ലോകത്തൊരു വ്യക്തിക്കും ശക്തിക്കും വസ്തുവിനും ഇല്ല എന്ന് വിശ്വസിക്കലാണ് ഇസ്ലാമിലെ അല്ലാഹു വിശ്വാസത്തിന്റെ 4ാമത്തെ ഘടകം. ഇതിന് ഇസ്ലാമിന്റെ ഭാഷയിൽ തൗഹീദുൽ അസ്മാഇ വസിഫാത്ത് എന്നാണ് പറയുക. ഇതോടൊപ്പം ചേർത്ത് പറയുന്ന ഒരു പോയിന്റ് കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്, വിശദീകരിക്കുന്നില്ല. 5ാമത്തെ ഒരു പോയിന്റ് അതെന്താണെന്ന് ചോദിച്ചാൽ, അല്ലാഹുവിലുള്ള വിശ്വാസത്തിന്റെ തൗഹീദിന്റെ 4 വശങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇതിന് നേരെ വിപരീതമായ അവസ്ഥയിൽ നമ്മൾ വല്ലതും വിശ്വസിക്കുന്നുവെങ്കിൽ അത് ശിർക്കാണ്. ശിർക്ക് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല. ഇന്ന ശിർക്ക് ദുൽമുൻ അദീം, ശിർക്ക് അല്ലാഹുവിനോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ അക്രമമാണ് എന്നും ആരെങ്കിലും ശിർക്ക് ചെയ്യുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ പരലോകത്ത് സ്വർഗം ഹറാമാക്കിയിരിക്കുന്നുവെന്നും അവന്റെ വാസസ്ഥലം നരകമായിരിക്കുമെന്നും വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീതുകയാണ്. അല്ലാഹു ശിർക്ക് ചെയ്യുന്നതിനെ ഒരിക്കലും പുറത്തുതരികയില്ല. അതല്ലാത്തൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തുതരും എന്നും ഖുർആനിൽ കാണുവാൻ കഴിയും. അതുകൊണ്ട് തൗഹീദ് യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുകയും അല്ലാഹുവിന്റെ യഥാർത്ഥ വിശ്വാസത്തിന്റെ ഘടകങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കി ജീവിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ജീവിതത്തിൽ ശിർക്ക് സംഭവിക്കാതിരിക്കുവാനുള്ള ജാഗ്രതയും നമ്മൾ കൈക്കൊള്ളേണ്ടതുണ്ട്, മുറുകെ പിടിക്കേണ്ടതുണ്ട്. ഈ അർത്ഥത്തിലുള്ള
ഒരു വിശ്വാസം അള്ളാഹുവിനെ കുറിച്ച് ഉണ്ടാകുമ്പോൾ മാത്രമാണ് അള്ളാഹുവിന്റെ വിശ്വാസം എന്നത് പൂർണ്ണമാകുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കുവാൻ ശുദ്ധ ഖുർആന്റെയും പ്രവാചകന്റെ സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ വിശ്വാസം വിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ നല്ല കെട്ടുറപ്പുള്ള ഭദ്രതയുള്ള ഉറച്ച വിശ്വാസികളാക്കി നമ്മളെ മാറ്റുവാനാവട്ടെ. നമ്മുടെ വിശ്വാസം നമ്മിൽ നിന്നും താല്പര്യപ്പെടുന്ന കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും തുറക്കുമാറാവട്ടെ. നാം വന്നതും കേട്ടതും കേൾപ്പിച്ചതുമായ ഈ കാര്യങ്ങൾ ഈ ലോകത്തും പ്രതികാർഹമായ സ്വാലിഹായ അമലായി നാം സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.